ഗ്ലാസ് എപ്പോക്സിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോക്സിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ടൈല് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ജോയിൻറ്റിൽ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയലാണ് എപ്പോക്സി. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗ്ലാസ് എപ്പോക്സിയെക്കുറിച്ചാണ്. പേര് പോലെ തന്നെ ഗ്ലാസ് പോലെ ഷൈൻ ചെയ്യുന്ന, ഗ്ലാസ് പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എപ്പോക്സിയാണ് ഗ്ലാസ് എപ്പോക്സി. ഞാൻ ബിജു പത്മനാഭൻ, സുശാന്ത് സെറാമിക്സ്, പയ്യന്നൂർ. സുശാന്ത് സെറാമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് BNA ഗ്ലാസ് ബോണ്ട് എന്ന കമ്പനിയുടെ ഗ്ലാസ് എപ്പോക്സിയാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോയുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ BNA ഗ്ലാസ് ബോണ്ടിൻ്റെ കമ്പനി എക്സിക്യൂട്ടീവ് മിസ്റ്റർ അദ്വൈത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്വൈതിനെ ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈലിൻ്റെ എപ്പോക്സി ഫില്ല് ചെയ്യുന്നത് മിസ്റ്റർ സന്തോഷാണ്. സന്തോഷാണ് ഇതിൽ എപ്പോക്സി ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്തു തരുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അദ്വൈത് സംസാരിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് സുശാന്ത് സെറാമിക്കാണ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി പറയുന്നു. കൂടെ നമുക്ക് വേണ്ടി ഈ സമയം ചിലവെക്കുന്ന സന്തോഷമായിട്ടും നന്ദി പറയുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം BNA എന്നാണ് കമ്പനീൻ്റെ പേര്, BNA ബിൽഡിംഗ് സൊല്യൂഷൻ. സോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരാണ് BNA ഗ്ലാസ് ബോണ്ട് എപ്പോക്സി. സോ ഞാൻ ആദ്യം സാറ് പറഞ്ഞു നിങ്ങൾ എപ്പോക്സിൻ്റെ കാര്യങ്ങൾ, എപ്പോക്സിനെ പറ്റി പറഞ്ഞിട്ട് ആവശ്യമില്ല. കാരണം എന്തിനാണ് എപ്പോക്സി എന്നുള്ള സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറേ വർക്കേഴ്സിനും അതുപോലത്തെ കസ്റ്റമേഴ്സിനും ഒക്കെ എപ്പോക്സി എന്തിനാണെന്നുള്ള ഐഡിയ ഉണ്ട്, ഗ്യാപ്പിൽ എന്തിനാണ് ഇടുന്നുള്ളത്. അപ്പോൾ നമ്മൾ നിലവിലിപ്പം എല്ലാ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റ് എപ്പോക്സിയാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു പുതിയ സാധനമല്ല, പക്ഷെ നിലവിലുള്ള സാധനം തന്നെയാണ്. പക്ഷേ ഇന്നും ആൾക്കാർക്ക് കുറച്ച് ധാരണ അറിയാത്തൊരു പ്രശ്നം കൊണ്ട് ഉണ്ട് സാധനം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് മേക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു ഗ്ലാസ് ബോണ്ട് എപ്പോക്സി. സോ മാറ്റ് എപ്പോക്സിയിൽ നിന്ന് ഗ്ലാസ് എപ്പോക്സി എങ്ങനെ വേർതിരിവ് എന്താണുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഷൈനിങ് തന്നെയാണ്, ആ ഒരു തിളക്കം. അതായത് ഗ്ലോസി ടൈല് നിങ്ങൾക്ക് വെളിച്ചത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷൈനിങ് എന്താണോ അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ആ ഒരു വിഷ്വലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു എപ്പോക്സിയാണ് നമ്മൾ ഗ്ലാസ് ബോണ്ട് എപ്പോക്സി. ആൻഡ് ഇത് ബാക്ടീരിയ അതുപോലത്തെയുള്ള ആൻറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ശതമാനം വരെ വാട്ടർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി കസ്റ്റമർക്കുള്ളത് ചേറ് പിടിക്കില്ല. നമ്മൾ ഈ ഡസ്റ്റ് അതുപോലത്തെ പൊടി കാര്യങ്ങൾ എന്ത് പറ്റിപ്പിടിച്ചാലും സിമ്പിളായിട്ട് നമുക്കൊരു ടവൽ വെച്ചിട്ട് എന്തൊരു കർച്ചീഫായാലും അത് വെച്ചിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം, ചേറ് പിടിക്കില്ല. നമുക്ക് അതുപോലെ തന്നെ അത്രയും ഡ്യൂറബിലിറ്റി ഉണ്ട്. ആൻഡ് കിറ്റിലേക്ക് വരുമ്പോൾ കിറ്റിൽ വരുന്നത് 500 ഗ്രാമിൻ്റെ ആണ് കിറ്റ് വരും. യൂണിറ്റ് എന്ന് പറയാം, നമ്മളൊരു യൂണിറ്റ് എന്ന് പറയാം. ഒരു യൂണിറ്റ് 500 ഗ്രാമിൻ്റെ ആണ്. ആ 500 ഗ്രാമിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് 200 റെസിൻ പാർട്ട് A, പാർട്ട് B 100 ഹാർഡ്നർ ആൻഡ് 200 വൈറ്റ് പൗഡറാണ്. ഇത് കൂടി അടങ്ങുന്നതാണ് 500 ഗ്രാം ഒരു യൂണിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മളെ ടൂളാണ്. ഇതാണ് നമ്മളെ അപ്ലിക്കേറ്റർ. സോ സ്ക്യൂസർ ബോട്ടിൽ നിന്ന് ഇതിന് പറയും. ഇതാണ് അപ്ലിക്കേറ്റർ. ആൻഡ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഈ കപ്പും സ്റ്റിക്കും വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ വർക്കേഴ്സിനുള്ള ഗ്ലൗസ് ഇതിലുണ്ട്. ഇതാണ് നമ്മളെ കളർ. ഇതിൽ പിഗ്മെൻ്റ് എന്നാണ് പറയുക. 2 ടൈപ്പ് കളർ ഉണ്ട്. ഒന്ന് പിഗ്മെൻറ്റും ഉണ്ട്, പിന്നെ നമ്മൾ ഒരു സ്പാർക്കിൾ ജസ്റ്റ് ഒരു മിന്നി തിളങ്ങുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള ഗ്ലിറ്റർ എന്ന് പറയും അതിന് പേര്. ആൻഡ് ഒരു ഗൈഡ് ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സെയിൽസ്മാനോട് ചോദിച്ചാൽ മതി, എൻ്റെ നമ്പർ അവരെ കൈവശം ഉണ്ടാവും. ഇനി അതല്ലാന്നാണെങ്കിൽ ഗൈഡിൽ നമ്പർ ഉണ്ട്, കമ്പനിയിൽ വിളിക്കാം. ഇത് വർക്കേഴ്സിനുള്ള ഒരു കൂപ്പണാണ്. ഇത് കിറ്റിൽ ഒരു 50 രൂപേൻ്റെ കൂപ്പണാണ്. ഇത് വർക്കേഴ്സിനുള്ള ലോയലായിട്ടുള്ള വർക്കേഴ്സിനുള്ള ഒരു കൂപ്പണാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് കിറ്റിൽ വരുന്നത്. ഗ്ലാസ് ബോണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ജോയിൻറ്റ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള സിമെൻറ്റിൻ്റെ പൊടി അതുപോലെ തന്നെ ഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൈലിൻ്റെ ഗ്രൗട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സിമെൻറ്റിനേക്കാളും ഡ്യൂറബിലിറ്റി കുറേ കാലം നീണ്ടു നിൽക്കുന്നത് ടൈലിൽ ഗ്രൗട്ടായിരിക്കും. അപ്പോൾ ടൈൽ ഗ്രൗട്ട് ക്രാക്കൊന്നും ഇല്ലാതെ ഡ്രൈ ആയിരിക്കണം, വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതെ നമ്മൾ അണ്ടർ ഫില്ല് ചെയ്യുക. കയ്യിൽ നിന്ന് ലൈറ്റ് കളറുള്ള ടൈൽ ഗ്രൗട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അണ്ടർ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത്
ഒരു 12 മണിക്കൂറെങ്കിലും നമുക്ക് സെറ്റിംഗ് ടൈം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതായത് വളരെ ഡ്രൈ ആയിരിക്കുന്ന സർഫസിൽ വേണം നമ്മൾ ഗ്ലാസ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ബോട്ടിലിൻ്റെ നോബ് കട്ട് ചെയ്ത് വെക്കുക, അതൊരു സ്ലോപ്പ് ലെവൽ കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എ റെസിൻ, അതൊരു 2 മൂടി എടുക്കുക. കൊണ്ടോ ഓക്കെ. നെക്സ്റ്റ് പാർട്ട് ബി ഹാർഡ്നർ 1 മൂടി മുഴുവൻ എടുത്ത നല്ല ചേർ. സോ നെക്സ്റ്റ് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഏകദേശം കുറഞ്ഞതൊരു 1 മിനിറ്റ് ആണ് മിക്സിങ് ടൈം പറയുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്യണം. അത് മിക്സിങ് പ്രോപ്പറായിരിക്കണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബീനൻ്റെ പിഗ്മെൻറ്റ് സ്കൈ ബ്ലൂ ആണ്. സോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 8 തുള്ളി, ഈ 2:1 ഒരു 8 തുള്ളി എന്നുള്ള കണക്കാണ് എടുക്കുന്നത്. അതൊന്നും കൂടി ഒരു 1 മിനിറ്റ് നേരം മിക്സ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് നോക്കാം. ഇതാണ് സ്കൈ ബ്ലൂ. ഓക്കെ. നമ്മളിതിന് ആപ്ലിക്കേഷനിലേക്ക് ബോട്ടിലേക്ക് മാറ്റുന്നത്. ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ഫില്ലിങ് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഗ്ലാസ് എപ്പോക്സിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഗ്ലാസ് എപ്പോക്സിയുടെ ഉപയോഗം, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ അതിൻ്റെ ഇൻസുലേഷൻ, അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മുടെ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് അദ്വൈത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്വൈത് പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് എപ്പോക്സി എന്ന് പറഞ്ഞത് നല്ല ഷൈനിങ്, നമുക്ക് ടൈല് പോലെ തന്നെ ഷൈൻ ചെയ്യുന്ന എപ്പോക്സിയാണ്. അതുപോലെ തന്നെ അത് ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. നല്ല നമ്മുടെ റൂമിലെ നമ്മുടെ ഏത് ടൈലിൻ്റെ കളർ അനുസരിച്ചുള്ള ഏത് കളറും നമുക്ക് ഇതിൽ ലഭ്യമാണ്. പല നിറത്തിലും വർണ്ണത്തിലുള്ള എപ്പോക്സികൾ, ഗ്ലാസ് എപ്പോക്സികൾ ലഭ്യമാണ്. അപ്പോൾ മാറ്റ് എപ്പോക്സിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗ്ലാസ് എപ്പോക്സി. അപ്പോൾ ഗ്ലാസ് എപ്പോക്സി നമ്മുടെ ഷോറൂമിൽ ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അടുത്ത തവണ ടൈല് വിരിച്ചതിന് ശേഷം എപ്പോക്സി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളുടെ ഒന്ന് ഓർമ്മ വയ്ക്കുക. ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട്. നമ്മൾ നോർമൽ മാറ്റ് എപ്പോക്സി കൂടാതെ ഒരു ഗ്ലാസ് എപ്പോക്സി, പ്ലെയിൻ കളേഴ്സിലും അതുപോലെ ഗ്ലിറ്ററിങ് കളേഴ്സിലുള്ള ഗ്ലാസ് എപ്പോക്സി അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. സോ അടുത്തൊരു ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.